ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഖത്തറിലെ പഴമയേറിയ ഒരു സൂക്കാണ്. സൂക്ക് വഖഫ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സൂക്ക് വഖഫ് എന്നുള്ള പേര് വരാനുള്ള കാരണം വ്യാപാരികൾ അവരുടെ സാധനങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു സാധനങ്ങൾ വിറ്റിരുന്നത്. നിൽക്കുക എന്നുള്ള പദമാണ് വഖഫ് എന്നുള്ള അറബി പദം. അതിൽ നിന്നാണ് സൂക്ക് വഖഫ് എന്നുള്ള പേര് വന്നത്. കരങ്കാവ് നടക്കുന്നതിനാൽ സൂക്കിൽ ധാരാളം മിഠായികൾ കാണാൻ സാധിക്കും. കുട്ടികൾ റമദാൻ മാസത്തെ ആദ്യ പകുതി പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കരങ്കാവ് ആഘോഷിക്കുന്നത്. നമുക്ക് സൂക്കിന്റെ ഇടവഴികളിലൂടെ പോകുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ കാണാൻ സാധിക്കും. ഖത്തറിന്റെ പരമ്പരാഗതമായ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. 19ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കവുമാണ് നമ്മുടെ സൂക്ക് വഖഫ് സ്ഥാപിതമായത്. 2003-ൽ നമ്മളെ സൂക്ക് ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അതിനുശേഷം 2006, 2008 കാലഘട്ടത്തിൽ അതിന്റെ പരമ്പരാഗത രീതിയിൽ അത് പുനരുദ്ധാരണം ചെയ്തിരുന്നു. ഇവിടെ പെറ്റ്സിന്റെ ഒരു സെക്ഷൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലായിട്ടും ബേഡ്സുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ആക്സസറീസ്, അതുപോലത്തെ ഇതിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും കേട്ടോ. ഫാമിലി ആയിട്ട് സൂക്കിലോട്ട് വരികയാണെങ്കിൽ പിള്ളേർക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് നമ്മളെ പെറ്റ്സിന്റെ ഏരിയ കേട്ടോ. പണ്ട് സൂക്കിൽ ഖത്തറികളായിരുന്നു കൂടുതലായിട്ടും കണ്ടിരുന്നത്. ഇപ്പോൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിദേശികൾ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. സൂക്കിന്റെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വാക്കിംഗ് സ്പേസ് ഉണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഒരുപാട് സുനീർ ഷോപ്പുകൾ, കോഫി ഷോപ്പുകൾ, ഹോട്ടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. 2022 വേൾഡ് കപ്പിന് ശേഷം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഖത്തറിലെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിസാം വയനാട്.